അതവിടെ ഇട്ടാ മതി. വെള്ളം കണ്ടിട്ട് എത്ര കാലായി. ചന്ദ്ര, ഇത് കൊടുക്ക്. മനുഷ്യരുടെ ഇടയിൽ നടക്കുമ്പോ നാറില്ലേ? നീ ഉണ്ടാണോ ഇവിടെ? അവറ്റേന് ദമ്മെടുക്കാൻ വരില്ല. എന്നാലും ആരെങ്കിലും ഒരാൾ വേണം ഇവിടെ. ആരാ കരണൻ? ഞാൻ തന്നെ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞങ്ങളൊക്കെ തന്നെ. ആരാ ദേവയാനി? ഇതാരാ? പെണ്ണ്. നിന്റെ ആരാണെന്ന് ചോദിച്ചത്? അതാ മലയാളത്തിൽ പറഞ്ഞത്. പെണ്ണ്. വിളവെടുക്കണ്ട. ഒരു കംപ്ലൈന്റ് ഉണ്ട്. നീ ഇവിടെ തട്ടിക്കൊണ്ട് പോകുന്നതല്ലടാ. ഏത് സാറേ, ഇത്തിരി മയത്തി വർത്താനം പറ. ദേവയാനി, ഇങ്ങോട്ട് വന്നോ. ഈ സ്ത്രീ പേര് ദേവയാനി. വയസ്സ് 22. ഈ വീട്ടിൽ വരാൻ കാരണം അവൾക്ക് ഇഷ്ടമായിട്ട്? നീയുമായിട്ടുള്ള ബന്ധം? ഭാര്യ. എല്ലാവരും സ്റ്റേഷനിൽ വരട്ടെ സാർ. വാറണ്ട് ഉണ്ടോ? വാറണ്ട് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ കിട്ടും എല്ലാറ്റിനെയും. നാരായണ ചുമ്മാതിരിക്കുന്നില്ല. ആവശ്യത്തിനുള്ള നിയമമൊക്കെ എനിക്കും അറിയാം. അങ്ങനെ അങ്ങോട്ട് കേസെടുക്കാൻ പോയാ ഇത്തിരി ഞെരുങ്ങും. കല്യാണം കഴിച്ചവരാന്ന് പറഞ്ഞപ്പോ ഏടിന്റെ മുഖര് എളിഞ്ഞു. ചേച്ചി കണ്ടോ? കരുണേട്ടന്റെ അടുത്ത് അവര് കളി പഠിക്കണം. ഇനി ആ നാരായണന്റെ ആൾക്കാർ ആരെങ്കിലും വന്നാലും അത് തന്നെ പറഞ്ഞാ മതി, കരുണേട്ടന്റെ ഭാര്യയാണെന്ന്. അതാണ് കളി. ചേച്ചി, നിങ്ങൾ രണ്ടാളും ശരിക്കും അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ എന്താ? പിന്നെ ആരും തകരാറിന് വരില്ലല്ലോ. നിനക്ക് പ്രാന്താ. മിണ്ടാണ്ടിരുന്ന ഒരു ഭാഗത്ത്. നാളെ രാത്രി കപ്പലെത്തും. കറക്റ്റ് ടൈം ഞാൻ പറയാം. പിന്നെ ജോസഫ് കാശിന്റെ കാര്യം പറഞ്ഞില്ലേ? വലിയ വള്ളം വേണ്ടി വരും. രണ്ടാള് സഹായത്തിന്. ഒന്ന് നിന്റെ ചെന്നിട്ടുണ്ടല്ലോ. ഗവൺമെന്റ് അപ്രൂവൽ ആണോ ഇല്ലെന്നുള്ളത് ആരെ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്? നെക്സ്റ്റ് പരസ്യത്തിൽ ഇന്റർവ്യൂ ട്രിവാൻഡ്രത്ത്. മസ്കറ്റിൽ നേരത്തെ 2 റൂം. ഹംസ, അതാ നല്ലത്. ഹംസേ, ഞാൻ ഗോപി. താൻ ഒളിച്ചു കളിക്കാൻ കുറെ ദിവസമായി. വാ ഗോപി, പറയട്ടെ. എന്റെ വയസ്സായ അച്ഛൻ ഇരിക്കുന്ന വീട് പണം എഴുതി. തനിക്ക് 15,000 രൂപ തരാൻ. എനിക്കിപ്പോ എന്റെ രൂപ തരണം. ഇപ്പൊ അല്ല മിസ്സാകണം. എടോ, പുറത്തേക്ക് സംസാരിക്കാൻ പറഞ്ഞില്ലേ? എവിടെ ചെന്നാലും കച്ചറ തന്നെ. അത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മാഷ് ആള് കൊള്ളാമല്ലോ. വാ. മതി. പണം തിരിച്ചു കിട്ടാൻ കേസ് കൊടുത്താലോ? കേസ്? അവന്റെ പേര് കാച്ചിന് മുതലുണ്ടാവില്ല. പിന്നെന്ത് കേസ്? അച്ഛൻ അറിഞ്ഞാലത്തെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്റെ മണ്ടത്തരം കൊണ്ട് ഇരിക്കുന്ന സ്ഥലം കൂടെ പോവെന്നാണ് ഭയം. കാലക്കേട്. മാഷ് ചോറിന് മാഷേ. പോയത് പോയി. ചന്ദ്രൻ വന്നില്ലേ? ഉണ്ടിട്ടാ കടവത്തേക്ക് പോയത്. ഇംഗ്ലീഷും കണക്കും ടൈപ്പും ഒക്കെ പഠിച്ച ആളായതും. അവിടെ വെച്ചാ മതി. എടാ, ഇത് എന്റെ ആളാ. അന്ന് രാത്രി കായലില്
മാഷ നേരത്തെ അവിടെ ഉണ്ടായത് ചേച്ചിക്കതറിയില്ല, പറയണ്ട. നാളെ ഞായറാഴ്ചയല്ലേ, വല്ല ടൂറിസ്റ്റിനെയും കിട്ടും. നീ എന്ത് വേണേ ചെയ്തു. ചന്ദ്രനും ആരുമില്ല, എന്നെ പോലെ തന്നെ. ഈ ഹമുക്ക് അംസയുടെ വലയിൽ എങ്ങനെ വീണു? കോളേജ് വിട്ടപ്പോ പല ജോലിക്ക് ശ്രമിച്ചു, ഒന്നും ശരിയായില്ല. മസ്കറ്റിലൊരു ജോലിയുടെ കാര്യം പറഞ്ഞ് ആദ്യം എന്റെ ഫ്രണ്ടാ വന്നത്. എറണാകുളത്തെ വലിയ ഹോട്ടലിൽ വെച്ച് ഇന്റർവ്യൂ. അതൊക്കെ അന്തസ്സിൽ തന്നെ. പോയി വരാം. മാഷ് ഇവിടെയാണോ കിടപ്പ്? എന്താ പറ്റില്ലേ? പായ ഒന്നുകൂടി വാങ്ങിക്കളയാം നാളെ. ഞാൻ കടവത്ത് കിടന്നോളാം മാഷെ, അവിടെ സുഖ. മാഷ് ഇവിടെ കിടന്നു. ഞാൻ BSc കഴിഞ്ഞാണ്. ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു പണി കിട്ടുമെന്ന് നോക്കണം. പണി ആവശ്യമുള്ളവർ വേറെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ആയിട്ട് വേണം അച്ഛനെന്ന് എഴുതാൻ. കരുണൻ അകത്ത് പോയി കിടന്നോളൂ, എനിക്ക് ഉറക്കം വരില്ല ഇപ്പൊ കിടന്നാൽ തന്നെ. ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം, വിഷമൊന്നുമില്ല. ഞാൻ എന്നും ഇവിടെയാ. അകത്തുള്ളത് കരുണന്റെ. ആരുമല്ല, ഇവിടെ വന്ന് പെട്ടു. പോകാൻ അവക്കുമില്ല ഒരു സ്ഥലം. വാതിലടയ്ക്കാണ്. രാത്രി വെള്ളം കുടിക്കാറുണ്ടോ? ഇല്ല. ജോസഫേട്ടൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു. വരാൻ പറ്റില്ലെന്ന് പറ. ഇത് വേറെ പണിക്കാന്ന് പറഞ്ഞു ജോസഫേട്ടൻ. എണീറ്റപ്പോ കണ്ടില്ല. ലോഡ്ജിലെ ഒരു ബോയുടെ അടുത്ത് പെട്ടി കൊടുത്തിരുന്നു. കാശിയർ തന്നെ മുറി ഒഴിഞ്ഞു കൊടുത്തു. മാഷേ, ചന്ദ്രൻ വരുന്നവരെ മാഷ് ഉണ്ടാവണം ഇവിടെ. ദേവയാനി ഒരു ചെറിയ കുഴപ്പത്തിൽ പെട്ടിരിക്കുക. സാരല്ല, അത് വേറെ ചരിത്രം. കുഴപ്പക്കാരെല്ലാം അവസാനം എത്തിച്ചേരുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു. ജയിലിലെ ചുണ്ടിയത്രാമൻ പറയണമല്ലേ, അതിനും വേണം ഒരു ഭാഗ്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാട്ട് ക്യാൻ ഐ... തനിക്ക് എന്താണ് വേണ്ടത്? അങ്ങനെ നാടൻ മലയാളത്തിൽ പറയണോ? ഇത് വേറെ കമ്പനിയാണ്. തന്റെ ഡീലിംഗ് സൂപ്പർ ട്രാവൽസുമായിട്ടാ. അത് വൈൻഡപ്പ് ചെയ്തു. എടോ, തന്നെ വൈൻഡപ്പ് ഗോപി, സൺ ഓഫ് കെ പരമേശ്വരൻ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ. ഞാൻ ഇവരോട് പറയാം, ഞാൻ 12 പാർട്ട്നേഴ്സിൽ ഒരാൾ മാത്രമാണ്. ശ്രമിക്കാം. ഓ, ഇതാണല്ലേ ഭൂലോകം. പണം ഞാൻ സത്യത്തിൽ ബോംബെ പാർട്ടിക്ക് കൊടുത്തതാണ്. ഇപ്പൊ താമസം കെയർ ഓഫ് തോണിക്കാരൻ കർണൻ, വൈദ്യുതിപറമ്പ്. എന്റെ പണം അല്ലെങ്കിൽ വിസ, രണ്ടിലൊന്ന് വരുന്നവരെ ദിവസവും നമ്മൾ തമ്മിൽ കാണും. ഏത് ഓഫീസിൽ ഇരുന്നാലും ഞാൻ വരും. ബാക്കി നാളെ. മിസ്റ്റർ ഗോപി, ഞാൻ ശരിയാക്കാം. ശരിയാക്കണം. പ്രോഗ്രസ് അന്വേഷിക്കാൻ ഞാൻ ഇനി വരും. 15,000 പോയ കയ്പ് തീരുന്നവരെ ഞാൻ... ഹംസേ, ഗുഡ് ബൈ. സീ യു അഗൈൻ. വെറുതെ നല്ല ഉഷാറിലാണല്ലോ കുഞ്ഞിക്കാക്ക. മറ്റവനെ നിർത്തി. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സൈസിലുള്ള സായിപ്പന്മാരും മദാമ്മമാരും എന്ത് കാണാനാണോ ഇവിറ്റ വരുന്നത്? തോണിക്കാർക്ക് ഒരു മുക്കാലിന്റെ ഗുണവുമില്ല. കഞ്ചാവ് ബീഡിയുടെ വില കൂടിയത് ബാക്കി. ബാ മോനെ, ബാ കേറിക്കോളി. നമ്മുടെ ആളാ കുഞ്ഞിക്കാക്ക. ചന്ദ്രൻ വന്നപ്പോ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇത് കർണന്റെ സ്വന്തം തോണിയാണോ? തോണി വാടകയ്ക്ക് എടുക്കാൻ കിട്ടും. കാരണം എന്തിനാ? ടൂറിസ്റ്റുകളെ കൊണ്ടു നടക്കുന്നതും ഒരു ജോലിയല്ലേ. ബ്രിസ്റ്റോ സാഹിബ് തുറമുണ്ടാക്കിയ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. സായിപ്പന്മാരാകുമ്പോ നല്ല ടിപ്പും കിട്ടും. കിട്ടും. നാട്ടുകാരൊക്കെ അർക്കീസുകളാ നാട് കാണാൻ വരുന്ന ഹിന്ദുക്കള്. തോണിപ്പണി എളുപ്പമല്ല മാഷേ. ഇംഗ്ലീഷ് പറഞ്ഞാൽ തോണി വിലങ്ങൂല.
അതിന്റെ ഭാഷയൊക്കെ എനിക്കും അറിയാം. കാണണോ? അതാ കാണേണ്ടത്. കേൾക്കേ. ആ. അങ്ങനെയല്ല മാഷേ, ഞാൻ കാണിച്ചുതരാം. നോക്കിക്കോ. അക്കരക്കെ ആദ്യം ഞാൻ പിടിക്കും. കാണണോ? അറിയുന്ന പണി ചെയ്താ പോരെ മാഷേ. എങ്ങനെയുണ്ട് കാരണ? സമ്മതിച്ചു മാഷേ. മാഷോട് തോക്കുന്നത് എനിക്കൊരു സന്തോഷം. ഞാൻ പണക്കാരനാവുന്ന കാലത്ത് കാറല്ല വാങ്ങാം, ഒരു സ്പീഡ് ബോട്ട്. എന്നിട്ട് കടലിൽ പറപ്പിക്കണം. കരയിൽ നിൽക്കുന്നവരൊക്കെ ആന്തം വിട്ടു പോകണം. കിടക്കാൻ സ്ഥലവും അടുത്ത ആഹാരത്തിന് കാശില്ലാത്തന്നെ ഈ പറയുന്നത്. സ്വപ്നത്തില് രാജാവ് തന്നെയാവും അല്ലേ? ദൈവം തരുന്ന പോലെ ഇരിക്കും മാഷേ. ബേജാറാവല്ലേ. കർണനും ദൈവത്തെ വിശ്വാസമുണ്ടോ? ജയിലില് ഞങ്ങളുടെ ഉസ്താദുണ്ടായിരുന്നു, ജീവപര്യന്തക്കാരൻ. പുള്ളി പറയും, 3 എണ്ണത്തിലെ മനുഷ്യൻ വിശ്വസിക്കാവും. 1 അവനെന്റെ സ്വന്തം പെണ്ണ്, 2 ഏറ്റവും അടുത്ത ചങ്ങാതി, 3 ദൈവം. ആദ്യത്തെ 2 ചതിച്ചു, ഇനി ദൈവം മാത്രമുണ്ട് ബാക്കി. നമുക്ക് നോക്കാം മാഷേ. അവിടെ അയച്ചു നോക്കാം. ലോട്ടറി കിട്ടുന്നതിൽ അത്ഭുതമാണ് ഇക്കാലത്ത് ശുപാർശയും കൈക്കൂലിയില്ലാതെ ഒരു ജോലിയുടെ സെലക്ഷൻ ലിസ്റ്റ് വരുന്നത്. നോക്കാം. ദൂരെ, വളരെ ദൂരെ ഏതെങ്കിലും നാട്ടിലൊരു പണി കിട്ടണമെന്നാ പ്രാർത്ഥന. ഏട്ടത്തെ പറ്റി ഒന്നും കേൾക്കേണ്ടി വരില്ലല്ലോ, പുറത്തെവിടെങ്കിലും ആയാൽ. എനിക്കൊരാളെ നിയമിക്കാൻ അധികാരമുള്ള ജോലി കിട്ടിയെങ്കിൽ അതെവിടെ കിടക്കുന്നതാവോ. രാത്രി പണിയുണ്ടോ മാഷേ? മീൻ പിടിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമാണ്. ഞാനും വരാം. നീ മാത്രാവില്ല. വേണ്ട, അത് കാണണ്ട. രാത്രിത്തെ തോണിപ്പണി എന്താന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനാ വെറുതെ ഇനിയും കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്? ആരെയാ ഉപദേശിക്കുന്നല്ലേ? കുഴപ്പം തന്നെ. കുഴപ്പത്തിന്റെ ഹെഡ് ഓഫീസ് നമ്മുടെ കയ്യിലല്ലേ എന്നും. ഞാനും വരാം. കാരണം വെറുതെ ഇരുന്ന് ഇവിടുത്തെ ചോറ് തന്നെ എന്നെ നോക്കണ്ട. ഒരാളുടെ പണിയെടുക്കാൻ എനിക്കും കഴിയും. എന്ത് പണിയും. സംശയമുണ്ടോ? ഞാനിപ്പോ പോകുന്നത് അകത്ത് കുറച്ച് ധൈര്യം വിടാനാ. ഒരു 8 മണിക്ക് കടവത്ത് കാണാം. ഉം? ചേച്ചി വന്നേ പിന്നെ കരുണേട്ടന് ഇത്തിരി പാവായിരിക്കണം. മറ്റൊരു നാവെടുത്താ പുളിച്ച തെറിയല്ലേ. ഇതും കുറവാ. ഞാനൊരു ദിവസം ചേച്ചിയോട് പറയായിരുന്നു മാഷെ, ഇവര്... ചന്ദ്ര, വേണ്ട നിന്റെ ഓരോ. അച്ഛന് കത്തെഴുതുന്നില്ലേ? ഇല്ല, സമയമില്ല. ചന്ദ്രൻ ഉണ്ടാവില്ല ഇവിടെ. എനിക്ക് കാവല് കിടക്കേണ്ടി വന്നതുകൊണ്ട് നീ ഉള്ളിൽ നിന്ന് ശപിക്കാവൂ. ആണായിരുന്നെങ്കിൽ ഞാനും ഇറങ്ങി വരുമായിരുന്നു. എന്നും തടവി കിടക്കണമെന്നായിരിക്കും യോഗം എനിക്ക്.
വേഗം പറഞ്ഞു. സ്പീഡ് ബോട്ട് കണ്ട മീൻ പിടിക്കാൻ ഇരിക്കുമ്പോൾ ചൂണ്ട വളർത്തിയിട്ടിരുന്നു. ഇതൊക്കെ മോശമല്ലേ? കാശ് പറഞ്ഞാലും കടവത്തെ പണി പോരെ. ജയിലിൽ കയറണ ഇനി. ഓ, ജയിലല്ലല്ലോ, കണ്ണന്റെ ഭാഷയെ പറഞ്ഞ അമ്മായിയമ്മയുടെ വീടല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ഞാനിനി എവിടെ വന്നാകാനാ മാഷേ? ബാക്കി ജോസഫ് ഇതാണ് പറഞ്ഞത്. എന്നാ ജോസഫ് കൊണ്ടുവന്നോളും. കപ്പക്കാർക്ക് ഞാൻ തിരിച്ചു കൊടുത്തോളാം. തരാം. മാശം ഒരുപക്ഷെ ഞാൻ കേട്ടത് തെറ്റിയതാവും. അതിന്റെ ഇടയിൽ മാനേജറുടെ ഒരു വെട്ടിപ്പ്. ഇതാ ഇത് മാഷ് വെച്ചോളൂ. എന്തിനാ? മാഷം പണിയെടുത്തതല്ലേ, ഒരു ചെറിയ പങ്ക് മാഷ് കുറിക്കട്ടെ. എനിക്ക് വേണ്ട. അരുത്, എന്നെ നിർബന്ധിക്കരുത്. പിന്നെന്തിനാ നട്ടപ്പാറയൊക്കെ കൂടെ വന്നത്? ഏയ്, വെറുതെ. മാഷേ, വാ, നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട്, കാട്ടിത്തരാം. ആ, എന്നും അകത്തടച്ചിരിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് ഇവിടെ. ഓ, അവളും പോന്നോട്ടെ. മാഷിക്ക് അവളെയും കൂട്ടി എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നില്ലേ? അത് ഞാൻ പറയണോ? ആ, പുറപ്പെട്ടോളൂ. ഞാനില്ല. ചാരായ ഷാപ്പിലേക്കല്ല ഞാൻ വിളിക്കുന്നത്. എരിവും പുളിയുള്ള വല്ലതും തിന്നണമെങ്കിൽ അവിടെ കയറണം, അത് വേറെ കാര്യം. നിങ്ങൾ രണ്ടാൾക്കൊന്ന് ചുറ്റിയിട്ട് വാ. കാണാനുള്ള പലതും ഉണ്ടല്ലോ ഇവിടെ. പറങ്കേട കോട്ട, ജൂതപ്പള്ളി, പിന്നെ അല്ലെങ്കിൽ സിനിമ കയറി. സിനിമയ്ക്ക് കർണാടനം വരാമല്ലോ. ഏയ് ഞാനില്ല. പണ്ട് ഞാനും കണ്ടിട്ടുണ്ട് 2-3 സിനിമ. പെണ്ണുങ്ങടെ കരച്ചിലിന്റെ പൂരം. നിങ്ങൾ സിനിമ വിട്ട് വരുമ്പോ ഞാൻ മോഡേൺ ഹോട്ടലിൽ നടയിലുണ്ടാവും. ഇത് വെച്ചോ.